ഞാൻ കൊച്ചിലെ കുറേ ഡിസ്കവറി ചാനലൊക്കെ കാണുമായിരുന്നു. ഈ ആനിമൽസും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളും ഒരു ആനിമലാ. ഈ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷോ ഉണ്ട്, ചിമ്പെമ്പയർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വലിയൊരു ചിമ്പാൻസി ഗ്രൂപ്പിന്റെ ഒരു കഥയാണ്. ശരിക്കും മനുഷ്യരെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമില്ലാതെ ചുമ്മാ അടി വെക്കുക, ഇതൊക്കെ തന്നെ. പണ്ട് ഡിസ്നിയിൽ ഒരു ഷോ ഉണ്ട് ഇതുപോലെ തന്നെ, ചിമ്പാൻസീസ്. ഇവര് വേറെ കുരങ്ങന്മാരെ പിടിച്ച് കൊന്ന് തിന്നുകയൊക്കെ ചെയ്യും. അടിപൊളിയാ. ഏതാണ്ട് 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ലാസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഈ ഭൂമി ജീവിച്ച ചിമ്പാൻസിയും ഹ്യൂമൻസിൻ്റെ. നമ്മൾ ശരിക്കും ഒമിനോയിഡേ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരാണ് ചിമ്പാൻസി, ഗോറില്ല, ഒറിഞ്ഞാറ്റൈൻ, ഹ്യൂമൻസ്. ശരിക്കും മനുഷ്യർ ഉയർത്തി വന്നിട്ട് 2 ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ. പിന്നെ ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. പക്ഷെ അതിനു മുമ്പും മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്ന ജീവികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞത് 2 മില്യൺ ഇയേഴ്സ് ആകും. അവരാണ് ഈ ആദ്യമായിട്ട് ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഹോമോ ഹൈഡൻബർഗ് ജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഹോമോ നിയൻഡർത്തോൾ 4-4.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിയൻഡർത്തോൾസ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ടോട്ടൽ 15 ഹ്യൂമൻ സ്പീഷീസ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഒറ്റൊരെണ്ണേ ഉള്ളൂ, ഹോമോസേപ്പിയൻസ്. ഈ ലാസ്റ്റ് 3 ഹ്യൂമൻ സ്പീഷീസ് ആണ് ഈ ഹോമോ നിയൻഡർത്തോൾ. 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് അവരില്ലാതായത്. ഹോമോ ഫൊളോൻസിയൻസസ് എന്ന് പറയുന്നുണ്ട്, അത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി. നിയന്ത്രത്തോൾ എങ്ങനെ ഇല്ലാതായെന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. ചിലപ്പം ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ നമ്മളുമായിട്ട് വാറുണ്ടായി കാണും. നമുക്ക് ആ സമയത്ത് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വാറിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അമ്പ് ചെയ്യുമായിരുന്നു. അമ്പാണോ? അമ്പ് തന്നെ. ഇങ്ങനെ എറിയത്തില്ലേ സാധനം, പ്രൊജക്ടൈൽ വെപ്പൺസ്. അത് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് ബ്രെയിൻ പവർ വേണം. ഇതൊരു ഒബ്ജക്റ്റ് ആണ്, അത് ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമോ എന്നുള്ള ഒരു ബോധമല്ലേ. അവരെക്കാളും കുറച്ചുകൂടെ ഇവോൾവ്ഡ് ആയിരുന്നു. പക്ഷെ അവരും ജൂവലറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ശരിക്കും നമ്മളെക്കാളും ശക്തിയും പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ സ്കള്ളിനെക്കാളിലും 2 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. മേ ബി നമ്മുടെ ലാംഗ്വേജ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു കാണും. നമ്മൾ കുറച്ച് നാളായേ ഉള്ളൂ ഈ അഗ്രികൾച്ചറൊക്കെ തുടങ്ങിയിട്ട്. ഏതാണ്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മളിങ്ങനെ ചെറിയ ഹണ്ടർ ഗാദറേഴ്സ് ഗ്രൂപ്പിലായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു 100-150 ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഒക്കെ തിന്ന് ജീവിച്ചപ്പോൾ കൊണ്ടിരുന്നത്. പിന്നെ അഗ്രികൾച്ചർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിൽ ഡൗൺ ആയ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ കൂടി സമയത്താണ് നമ്മൾ സിവിലൈസേഷൻ കുറേ റൂൾസ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ ഏതാണ്ട് 1 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 10,000 ഹ്യൂമൻസ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു ഭൂമിയിൽ. നമ്മൾ ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ആകുന്ന രീതിയിൽ വന്നായിരുന്നു. കുറേ തിയറീസ് ഉണ്ട്. ഒരു തിയറി എന്നാന്ന് വെച്ചാൽ ഒരു സൂപ്പർ വോൾക്കാനോ, ഇന്തോനേഷ്യയിലുള്ള ഒരു സൂപ്പർ വോൾക്കാനോ പൊട്ടി വോൾക്കാനിക് വിൻഡോ ഉണ്ടായി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസ് നമുക്കെല്ലാവർക്കും പിടിച്ചു, സം പാൻഡമിക്. സോ നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് ഇത്ര നാൾ ജീവിച്ചു വന്നത്. ഒരു 2 ലക്ഷം വർഷമായിട്ടുള്ളൂ ശരിക്കും നമ്മുടെ ഹിസ്റ്ററി. 1804 നമ്മുടെ ഫസ്റ്റ് ബില്യൺ അടിച്ചത്. ഫസ്റ്റ് ബില്യൺ ഹ്യൂമൻ പോപ്പുലേഷനിലെത്തിയത്. പിന്നെ 2 ബില്യൺ ആയത് 1927. 4 ബില്യൺ ആയത് 1974. പിന്നെ 7 ബില്യൺ 2011. ഇപ്പം അറൗണ്ട് 8 ബില്യണിൻ്റെ അടുത്തായി. ഇനി ഈ ബബിൾ പൊട്ടാനാണ് ചാൻസ്. വേൾഡ് വാർ 3 അല്ലെങ്കിൽ COVID-19 ആസ്ട്രോയിഡ് ഇമ്പാക്ട്. ഇനിയും കുറേ ഡിസാസ്റ്റർ വരാൻ കിടക്കുന്നേ ഉള്ളൂ.